ഇന്ന് രാവിലെ നമ്മുടെ അനീഷ് അനുമോളെയും അതുപോലെ ആദിലെയും നൂറയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു ശ്രമം നടത്തി. ഇവരെ തമ്മിലൊന്ന് ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം. അത് അത് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാര്യങ്ങൾ അനീഷ് പറയുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങള് അത് അത് കഴിഞ്ഞില്ലേ, ഇന്ന് പുതിയ ദിവസമാണല്ലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലോ, അപ്പൊ ഇനി നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് നടക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ പറയുന്നുണ്ട്. പക്ഷെ രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒന്ന്, ഇതിൽ ആരുടെ ഭാഗത്തായിരുന്നു ന്യായമെന്ന് അനീഷ് പറഞ്ഞിട്ടേയില്ല. അനുമോളാണോ അല്ലെങ്കിൽ ആദിലെ നൂറയാണോ? അവിടെ അനീഷ് ഭയങ്കര ബുദ്ധിപരമായിട്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നിന്ന് അനീഷ് തെന്നി മാറി. അനുമോള് പറഞ്ഞത് ശരിയല്ലേ, ആദിലെ ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ നൂറ എന്ന് ആലോചിച്ചിട്ടൊക്കെ എന്ന് അനീഷ് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അനുമോള് പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, ആദിലെയും നൂറയും പറഞ്ഞതാണ് ശരി എന്നും അനീഷ് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ലേ, നിങ്ങൾ രണ്ടുപേരും ശരിയാണ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ശരിയാണ്, അനുമോളുടെ പെർസ്പെക്റ്റീവിൽ അനുമോള് ശരിയാണെന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ ഒരു മിഡിൽ മാൻ ആയിട്ട് നിന്നിട്ട് ഇവരെ കോംപ്രമൈസ് ആക്കി വിടാൻ ഒരു ശ്രമം നടത്തി. അവിടേക്ക് ഷാനവാസിനെയൊക്കെ വിളിക്കുന്നുണ്ട്. ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ. അനീഷ് ഒരു അസാധ്യ ഗെയിമറാണ്. അസാധ്യ ഗെയിമർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് രീതിയിലാണ് ഞാൻ ഇതിനെ പറയുന്നത്. അനീഷ് ഇവിടെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഇപ്പൊ ഗെയിം കളിക്കുന്നില്ല അവിടെ. എന്ന് വെച്ചാൽ ആരെങ്കിലും അനാവശ്യമായി പോയി ചൊറിഞ്ഞിട്ട്, അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കി, തെറി പറഞ്ഞിട്ട്, മാനസികമായി തകർത്തിട്ട് അങ്ങനെയൊന്നും ഗെയിം കളിക്കുന്നില്ല. അനീഷ് ഓപ്പർച്യൂണിറ്റീസ് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അത് മാത്രമല്ല, കുറച്ചൊക്കെ മനുഷ്യപ്പറ്റുള്ള കൂട്ടത്തിലുമാണ്. അത്യാവശ്യം മനുഷ്യത്വമൊക്കെ ഉണ്ട് അനീഷിന്, അത് വേറെ കാര്യം. ഈ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ആ വീട്ടിൽ നിൽക്കുന്നതിൽ കുറച്ച് ഭേദപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ അനീഷ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ രാവിലെ അനീഷ് ആ വിളിച്ചിരുത്തി സംസാരിച്ചതും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, ശരിയാണ് അനീഷ് പറഞ്ഞത്, ഈ ആദില നൂർ അനുമോൾ സൗഹൃദം നല്ല രസമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കാൻ, വലിയ കുഴപ്പമില്ലാതെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നതായിരുന്നു. അപ്പൊ അകത്തു നിന്ന് ഒരു പ്രേക്ഷകരായിട്ട് അനീഷ് അവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അനീഷിന് തോന്നിയിട്ടുണ്ടാവും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ, അത് കുഴപ്പമില്ലാണ്ട് വീണ്ടും അങ്ങനെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, അനീഷ് കണ്ടില്ലേ, അയ്യോ പാവപ്പെട്ട അനീഷ്, പുള്ളി അവരെയൊക്കെ വിളിച്ചിരുത്തി അത് പ്രശ്നങ്ങൾ തീർപ്പാക്കാനൊക്കെ നോക്കിയായിരുന്നു എന്ന് പറയുന്ന, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അനീഷിന്റെ ഒരു ഗെയിമും ആവാം. ഇനി അത് ഗെയിം ആണെങ്കിൽ കൂടി അത് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നു. അതായത് ആരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഇപ്പൊ കണ്ടന്റിന് വേണ്ടിയാണെങ്കിലും സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണെങ്കിലും നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്ത ഒരു ഗെയിമാണത്. സോ അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടെ അവര് ഒന്നിച്ചോ എന്ന് വെച്ചാൽ ഇല്ല. അതിലെ നൂറെ അനുമോളും ഇന്നലെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ നിലയ്ക്ക് അവര് ഒന്നിക്കാനുള്ള സാധ്യത ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനു മുന്നേ അവർ പിണങ്ങിയിട്ടുണ്ട്. ബട്ട് എന്നാലും വളരെ കുറവാണ്.